വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്ക് ആൻഡ് ഡ്രീം. ഈ നോമ്പ് കാലത്ത് നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ശരിയായ രീതിയിലാണോ നോമ്പ് നോൽക്കുന്നത്? ഉപവാസവും പ്രാർത്ഥനയും വഴിപാടുകളും കൊണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിയമജ്ഞൻ യേശുവിനോട് ചോദിച്ച ആ ചോദ്യം ഇന്നും പ്രസക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ഈ നോമ്പ് കാലത്ത് നാം ഉപേക്ഷിക്കുന്ന ഭക്ഷണത്തെക്കാളും ചൊല്ലുന്ന പ്രാർത്ഥനകളെക്കാളും ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ അളവുകോലാണ്. യേശു നൽകിയ മറുപടി വളരെ ലളിതമായിരുന്നു, എന്നാൽ വിപ്ലവകരവുമായിരുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 12, 30, 31 ഇതിൻ്റെ ഉത്തരം. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നോക്കൂ, സ്നേഹത്തിന് 2 ദിശകളുണ്ട്. ഒന്ന് ദൈവത്തിലേക്കുള്ള വെർട്ടിക്കൽ ലൈൻസ്, മറ്റൊന്ന് സഹോദരങ്ങളിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻസ്. ഈ 2 വരകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു കുരിശ് രൂപപ്പെടുന്നത്. നമ്മുടെ നോമ്പ് വെറും പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ അത് അപൂർണമാണ്. ആ പ്രാർത്ഥന അപരനോടുള്ള കരുണയായി മാറുമ്പോൾ മാത്രമേ കുരിശിൻ്റെ വഴി പൂർണ്ണമാകൂ. ബലിപീഠത്തിൽ അർപ്പിക്കുന്ന വലിയ ദഹനബലികളേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് തകർന്നവനെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണെന്ന് യേശു അടിവരയിട്ട് പറയുന്നു. ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ദൈവത്തോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ പറയുന്നു, എന്നാൽ എൻ്റെ സഹോദരനോട് എനിക്ക് ക്ഷമിക്കാനാകുന്നുണ്ടോ? രണ്ടാമത്തേത്, ഞാൻ മാംസാഹാരം ഉപേക്ഷിക്കുന്നുണ്ടാകാം, പക്ഷേ എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ ഹൃദയം മുറിക്കുന്നുണ്ടോ? മൂന്നാമത്തേത്, സ്നേഹമില്ലാത്ത നോമ്പ് വെറും പ്രദർശനം മാത്രമാണ്. യഥാർത്ഥ നോമ്പ് എന്നത് ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് നീ എന്ന ഭാവത്തിലേക്ക് വളരുന്നതാണ്. അവിടെയാണ് നാം ദൈവരാജ്യത്തിന് ഏറ്റവും അടുത്തെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം നമുക്ക് സ്നേഹത്തിൻ്റെ പാഠശാലയാക്കാം. നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ ഉപരിയായി ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിക്കുന്ന പാലങ്ങളാകാം. നമുക്ക് പ്രാർത്ഥിക്കാം, നാഥാ, നിന്നെ സ്നേഹിക്കാനും എൻ്റെ സഹോദരങ്ങളിൽ നിന്നെ ദർശിക്കാനും എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ നോമ്പ് സ്നേഹത്തിൻ്റെ പരിമളമുള്ളതാക്കണമേ. ആമേൻ.